പുതിയ സമാധാന പദ്ധതിയും അമേരിക്ക തള്ളി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല വീണ്ടും ചിലപ്പോൾ ഇറാനെ ആക്രമിച്ചേക്കാമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. ഒരു നിശ്ചയമില്ല ഒന്നിനും. തിരിയാ ലോക രഹസ്യമാർക്കുമേ അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചോളം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പി ജെയിംസ് വരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് വിശാലമായിട്ടൊന്ന് ചിരിക്കാം പി. ഇന്ന് ചിരി ദിനമാണ്. തീർച്ചയായിട്ടും പിപിയുടെ ഹായ് 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 പറഞ്ഞിട്ടുള്ള ആ ചിരി ഉണ്ടല്ലോ, വരണമെന്നാണ് ആഗ്രഹം. പക്ഷേ കരയിപ്പിക്കുന്ന വാർത്തകളാണ് പറയേണ്ടി വരുന്നത്. അത് പറഞ്ഞോളൂ. ട്രംപ് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യത്തിലും ഒരു നിശ്ചയമില്ലാത്ത ഒരാളാണ് ട്രംപ് എന്നുള്ളത് വ്യക്തമായി. ഒരു ദിവസം പറയും നാളെ അവസാനിപ്പിക്കാൻ പോകുന്നു, നാളെ എന്ന് പറയും. പിന്നീട് പറയും ഇതാ ഞങ്ങൾ ഇപ്പൊ ആക്രമിക്കുന്നു പറയും. പിന്നെ പറയും ഞങ്ങൾ ഇതാ കപ്പൽ പിടിച്ചെടുക്കാൻ പോകുന്നു. ഇങ്ങനെ ഓരോ ദിവസവും 5 തവണ വാക്ക് മാറ്റി പറയുന്ന ലോകത്തിന് മുമ്പിൽ നാണക്കേടിന്റെ ഒരു പര്യായമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആ പ്രസിഡന്റ് പദവിക്ക് തന്നെ അപമാനമായി തീരുന്നുവെന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ആരോപണം. ജർമ്മനി തന്നെ അത് പറഞ്ഞു. നാണം കെട്ട് നിൽക്കുകയാണ് എന്ന് ജർമ്മനി, സഖ്യകക്ഷിയായിട്ടുള്ള ജർമ്മനി വരെ പറയുന്ന അവസ്ഥയിലെത്തി. പക്ഷേ ട്രംപിന് ഇതിലൊന്നും ഒരു കൂസലുമില്ല. ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫ്ലോറിഡയിലെ തന്റെ വസതിക്ക് അടുത്ത് പത്രക്കാരെത്തിയപ്പോൾ അവിടെ പത്രക്കാരോട് പറഞ്ഞത് ഇറാനുമായിട്ടുള്ള യുദ്ധം പുനരാരംഭിക്കുമെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പുനരാരംഭിക്കാൻ അതിന് ഇതായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഇറാൻ പറയുന്ന യുദ്ധത്തിനാണെങ്കിൽ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്, സമാധാനമാണെങ്കിൽ സമാധാന പദ്ധതി ഇറാൻ ഏറ്റവും അവസാന ഒരെണ്ണം സമർപ്പിച്ച അതിന്റെ വിശദാംശങ്ങൾ പുറത്തായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ട്രംപ് അത് ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിയിരിക്കുകയാണ്. കാരണം ആണവായുധം ഉണ്ടാക്കാൻ ഇറാനെ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് തുറക്കാതെ യാതൊരു തരത്തിലും ചർച്ചയില്ല, നാവിക ഉപരോധം പിൻവലിക്കാൻ തയ്യാറല്ല. ഇതൊക്കെയാണ് ഇറാന്റെ ആവശ്യങ്ങൾ. ഇതിനൊന്നും ഒരു തരത്തിലും വഴങ്ങാൻ ട്രംപ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ തരത്തിൽ എന്ന് മാത്രമല്ല ഇറാന്റെ പുതിയ ഭീഷണി വന്നിട്ടുണ്ട്. ഞങ്ങൾ പുതിയ പ്രദേശങ്ങൾ ആക്രമിക്കും. ഇതുവരെ US ബേസും അതുപോലെ തന്നെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളുമാണ്. അപ്പോൾ പുതിയ പ്രദേശങ്ങൾ കൂടി ആക്രമിക്കുമെന്ന് ഇറാന്റെ ഭീഷണിയുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമിക്കുമെന്നുള്ള ഭീഷണി, പ്രത്യേകിച്ച് US ബേസുകളിലേക്ക് ആക്രമിക്കുമെന്നുള്ള ഭീഷണി. തിരിച്ച് അമേരിക്ക പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇറാനെ തരിപ്പണമാക്കുമെന്ന ആ തരത്തിലുള്ള ആക്രമണമാണ് വരുന്നതെന്നാണ്. ഇതിനകം 45 ഇറാന്റെ കപ്പലുകൾ തടഞ്ഞ് വിട്ടു എന്നുള്ള രീതിയിൽ അതിൽ 2-3 കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുത്തിട്ടുണ്ട്. അതേ ചൊല്ലി വളരെ കൗതുകരമായിട്ടുള്ള ഇതാണ് വന്നിരിക്കുന്നത്. കടൽ കൊള്ളക്കാരെ പോലെ ഞങ്ങൾ പറന്നിറങ്ങി ഇറാന്റെ കപ്പലുകൾ റാഞ്ചിയെടുത്തു പിടിച്ചടക്കിയെന്ന് പറയുന്നത്. കടൽ കൊള്ളക്കാരെ പോലെ. ഇതിനെക്കുറിച്ച് ഇറാൻ പ്രതികരിച്ചത് ഇത് തന്നെ കുറ്റസമ്മതമാണല്ലോ. കടൽ കൊള്ളക്കാർ ലോകത്ത് അന്താരാഷ്ട്ര നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തുന്നവരാണ്. അവരെ പോലെ ഞങ്ങൾ പറന്നിറങ്ങി ഇറാന്റെ കപ്പലുകൾ പിടിച്ചടക്കിയെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു കുറ്റസമ്മതം വേറെയില്ലെന്ന് ഇറാൻ പറയുന്നു. എന്തായാലും ഇറാനിലെ 2-3 ഗ്രൂപ്പുകളായി അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്തത് എന്നുള്ള ഒരു ആരോപണം കൂടി ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് ഇനിയും യുദ്ധം ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ പുതിയ ആയുധങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ വാഹനങ്ങൾ, ടാങ്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇസ്രായേൽ ഏത് നിമിഷവും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അവർ വെസ്റ്റ് ബാങ്കിലും ഗസയിലും ലെബനനിലൊക്കെ ഇപ്പോഴും സംഘർഷവും ഏറ്റുമുട്ടലും കൊല്ലലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏതാണ്ട് 2500-ലേറെ പേർ ലെബനോനിലും 70,000 ചില്ലാനമായി ഗസയിൽ. കാരണം ഈ വെടിനിർത്തൽ കഴിഞ്ഞതിന് ശേഷം ഗസയിൽ ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നു. നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് എല്ലാ ദിവസവും പറയുമ്പോൾ അന്താരാഷ്ട്ര വാർത്തകളൊക്കെ യുദ്ധത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിയെന്ന് മാത്രമല്ല, പാചകവാതത്തിന്റെയൊക്കെ വില കൂടിയതിന്റെ പിന്നിൽ ഇറാൻ യുദ്ധമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളൊക്കെ ഏതാണ്ട് എല്ലാവരും ഹോട്ടലുകളൊക്കെ അടച്ചുകൊണ്ടിരിക്കുക. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ലോകത്തെമ്പാടും ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.